അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുടരും എന്ന ചിത്രം തന്നെയാണല്ലോ ഇപ്പോഴത്തെ ആയിട്ട് നിൽക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം തുടരും. ഇപ്പം ഏതെങ്കിലും ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ തുടരും, രാഷ്ട്രീയത്തിൽ തുടരും, പിന്നെ സ്കൂളിലെ അഡ്മിഷൻ തുടരും, ഏത് രീതിയിൽ നോക്കിയാലും തുടരും എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിച്ചാലും വീണ്ടും തുടരാം എന്നാണ് പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ സിനിമയ്ക്ക് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചിത്രം എല്ലാവരും കുടുംബസമേതം എല്ലാവരും ചിത്രത്തിനെപ്പറ്റി സംസാരിക്കുന്നതും കാണാൻ പോകുന്നതൊക്കെ. അതൊക്കെ എനിക്ക് തോന്നുന്നു ദൃശ്യമൊക്കെയാണ് കുടുംബ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത്. അതൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. തുടരുന്ന ചിത്രത്തെപ്പറ്റി ഈ സമയത്തും ചർച്ച ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം സാമ്പ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യാത്ര പോയിരിക്കുകയായിരുന്നു. ഒരു ചെറിയ യാത്ര, വെക്കേഷൻ പരിപാടി, ഒരു കായലിൻ്റെ നടുക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോയും കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ട് തരാം. അപ്പം അവിടെ പോകുമ്പോഴും നമ്മുടെ ചെറിയൊരു ചാനൽ, എനിക്ക് തോന്നുന്നു ചില സമയത്ത് മാത്രമേ ഉള്ളൂ, ചിലപ്പം കൂടി വന്ന 5000-2000 പേരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ. അത് ചിലരൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞു എന്ന് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. ആ സന്തോഷം അവർ നമ്മളെ കാണുമ്പം അവർ പ്രകടിപ്പിക്കുന്നതൊക്കെ കാണുമ്പോഴേ വളരെയധികം സന്തോഷം തോന്നി. അപ്പം ലാലേട്ടനോടുള്ള സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞത് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ, ഞാൻ പറഞ്ഞില്ലേ, റേഞ്ചിൻ്റെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് യാത്രയുടെ തിരക്കിലായതുകൊണ്ടും വീഡിയോ തുടർച്ചയായിട്ട് ഇടാൻ പറ്റിയില്ല. ഇന്നുകൊണ്ട് എല്ലാം പിക്കപ്പായി വരും എന്ന് ഫോണിൽ ചില കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ 10 ദിവസത്തെ കേരള കളക്ഷൻ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ 7.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് കേരളത്തിൽ നിന്ന് നേടിയത്. തുടരും കത്തിച്ചു. രണ്ടാമത്തെ ഞായറാഴ്ചയായിട്ടും 7.5 കോടി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കത്തൽ തന്നെയാണല്ലേ. ഞായറാഴ്ച 7.5 കോടിയോളം നേടി ചിത്രം 66 കോടി 10 ലക്ഷം രൂപയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ 66 കോടി 10 ലക്ഷം രൂപയിലേക്കാണ് ഞായറാഴ്ചത്തെ വരെയുള്ള കളക്ഷൻ, 10 ദിവസത്തെ കളക്ഷൻ കടന്നിരിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള തുക നമുക്ക് കിട്ടുന്നുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് കർണാടകത്തിലാണ്. കർണാടകത്തിൽ ലാലേട്ടന് പ്രത്യേക ഒരു ഇതുള്ളതുപോലെ തോന്നി. എമ്പുരാൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. 6 കോടി 46 ലക്ഷം രൂപയാണ് കർണാടകത്തിൽ നിന്ന് 10 ദിവസം കൊണ്ട് ഇത് കളക്ട് ചെയ്തത്. ആന്ധ്ര, തെലുങ്കാനയിൽ നിന്നും മികച്ച കളക്ഷൻ കിട്ടുന്നുണ്ട്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സെൻറ്ററുകളായിരുന്നു. ഇപ്പം ലാലേട്ടൻ ചിത്രത്തിന് അവിടെയും മികച്ച ബുക്കിംഗ് കാണുന്നു. 2 കോടി 65 ലക്ഷം രൂപ 10 ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയെന്ന് പറഞ്ഞാൽ നല്ലൊരു കളക്ഷൻ തന്നെ അല്ലേ. പിന്നെ തമിഴ്നാടും ഇത് മികച്ച ഒരു കളക്ഷനിലേക്ക് നീങ്ങുന്നു. 3 കോടി 27 ലക്ഷം രൂപ തമിഴ്നാട്ടിൽ നിന്ന് നേടുന്നു. അതുപോലെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ തമിഴ്നാട്ടിൽ ഈ ചിത്രത്തിൻ്റെ തമിഴ് പതിപ്പിൻ്റെ റിലീസിങ് മെയ് 9 നടക്കും എന്ന് ലാലേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മെയ് 9 അതിൻ്റെ തമിഴ് പതിപ്പ് റിലീസാവുന്നു. തെലുങ്ക് പതിപ്പ് നേരത്തെ തന്നെ റിലീസായി മികച്ച പ്രതികരണം നേടി തെലുങ്ക് പതിപ്പ് മുന്നേറുന്നുണ്ട്. അതുപോലെ കേരളത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 66 കോടി 10 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കൂടെ, ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ 3 കോടി 52 ലക്ഷം രൂപ നേടി. ഇന്ത്യയിൽ നിന്ന് മാത്രമായി ഈ ചിത്രം 82 കോടി കളക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് അത് 100 കോടി കളക്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തുക തന്നെയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ചിത്രം നേടുന്ന കളക്ഷൻ പലപ്പോഴും ലക്ഷത്തിലൊക്കെ ഒതുങ്ങുന്ന പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തുടരുമെന്ന ചിത്രം കോടികളുടെ കഥ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം നേടിയ തുകയും കൂടെ നമുക്കൊന്ന് പറയാം. ഓവർസീസിൽ നിന്ന് 78 കോടിയും ഇന്ത്യ ഗ്രോസ് 82 കോടിയും, അങ്ങനെ 160 കോടി ഇത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 160 കോടിക്ക് മുകളിൽ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. 545 ഷോയിൽ നിന്ന് തിങ്കളാഴ്ചത്തെ നമ്മുടെ പ്രീഫെയിൽ കളക്ഷൻ വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി വന്ന കളക്ഷനാണ്. 2 കോടി 58 ലക്ഷത്തി 62,465 കളക്ഷൻ വന്നിട്ടുണ്ട് പ്രീഫെയിലിൽ നിന്ന് മാത്രമായിട്ട്. അപ്പോൾ ഇന്നും ഏകദേശം 5 കോടിക്ക് മുകളിലുള്ള തുക പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. ഇന്ന് 5 കോടിക്ക് മുകളിലുള്ള തുക പ്രതീക്ഷിക്കുമ്പോൾ ഇന്നലെ 66 കോടി 10 ലക്ഷം നേടിയ ചിത്രം
ഇന്നത്തെ തുകയും കൂടെ ആകുമ്പോൾ ഏകദേശം 71 കോടിക്ക് മുകളിലുള്ള തുക നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം 100 കോടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ 2018 റെക്കോർഡ് തകർക്കുക എന്നുള്ളതൊന്നും ഉദ്ദേശമില്ല. 100 കോടി മലയാളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടുക എന്നുള്ള, കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏകദേശം ഇനി 71 കോടിയായി, ബാക്കിയുള്ള തുക ദൂരം വളരെ ചെറുതാണ്. കാരണം ഈ ആഴ്ച കഴിയുമ്പോഴത്തേന് ആ തുകയും നേടും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓവർസീസിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന തുക ഇതും 10 കോടി തന്നെയാണ്. അങ്ങനെ ഇന്ന് 170 കോടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് ഇന്ന് കാണുന്നത്. ഇതുവരായിട്ട് 170, അത് 200 കോടിയിലേക്ക് കടക്കുന്നു. ഈ ആഴ്ച കൊണ്ട് 200 കോടി കടക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടിക്കറ്റ് വിൽപ്പന നമ്മൾ നോക്കുമ്പോൾ മറ്റു ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെ എല്ലാം അപേക്ഷിച്ച് ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്ന ചിത്രം നമ്മുടെ തുടരും എന്ന ചിത്രം തന്നെയാണ്. അന്യ സൂപ്പർ സ്റ്റാറുകളിലെ സൂര്യ ഉൾപ്പെടെയുള്ള നാനി, സൂര്യ, അജയ് ദേവ്ഗൺ എന്ന് വേണ്ട എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും സിനിമകൾ ഈ 1-ാം തീയതിയൊക്കെ റിലീസായത്. ആ ചിത്രങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിൽക്കുന്നത് തുടരും എന്ന ചിത്രമാണ്. 7790 ടിക്കറ്റ് മണിക്കൂർ വിറ്റ് മാറുന്നുണ്ട്. ചില സമയത്ത് 10,000 ഒക്കെ ടിക്കറ്റ് ഈ തിങ്കളാഴ്ച ദിവസം ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പം ഇതൊക്കെ തന്നെയാണ് തുടരും എന്ന ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ. അപ്പം ചില വിവരങ്ങൾ, തുടരും എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ്, ഏറ്റവും കൂടുതൽ സന്തോഷവാനായ, ഏറ്റവും കൂടുതൽ കോടികൾ കൊയ്യുന്ന നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ തുടരും എന്ന ചിത്രം വളരെ നാളായിട്ട് പുള്ളിയുടെ കയ്യിൽ തന്നെയായിരുന്നു. പക്ഷേ ഇത് സിനിമയാക്കാനുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി പല സംവിധായകരെയും അവർ സമീപിച്ചു. 6ഓളം പ്രമുഖ സംവിധായകർ ഇത് പിന്മാറി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മോഹൻലാലിൻ്റെ ഇമോഷൻ സീനൊക്കെ മാറ്റണം, വേറെ രീതിയിലേക്ക് മാറ്റണം, അല്ലാതെ അവർ ഈ ചിത്രം സംവിധാനം ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറി എന്നാണ് പറയുന്നത്. രഞ്ജിത്ത് ഒരു കാരണവശാലും അതിന് തയ്യാറായില്ല. അതുകൊണ്ട് നല്ലൊരു ചിത്രം നമുക്ക് കിട്ടിയില്ലേ. അതുപോലെ ഭഗത് ഫാസിൽ പറഞ്ഞ വാക്കുകളും നമ്മുടെ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച CI ജോർജ് എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ച ഭഗത് ഫാസിലിൻ്റെ വാക്കുകളും അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ട്. സൈക്കോ ഷിമ്മി എന്ന് പറയുന്ന ഭഗത് ഫാസിലിൻ്റെ ഒരു കഥാപാത്രമുണ്ട്, അതിനു മുകളിൽ നിൽക്കുന്ന കഥാപാത്രമാണ് തുടരും എന്ന ചിത്രത്തിലെ കഥാപാത്രമെന്ന് ഭഗത്ത് തന്നെ ഈ പ്രകാശ് വർമ്മയോട് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി എന്ന് പറയുന്നു. അപ്പം തുടരും എന്ന ചിത്രം എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമല്ല, സാധാരണ പ്രേക്ഷകർ മാത്രമല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ സ്റ്റാർ മുതൽ ചെറിയ നടന്മാർക്കും വരെ ഇതൊരു ആവേശം നൽകുന്ന കാഴ്ചയാണ്. ആസിഫ് അലി ഈയിടെ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് തുടരും ചിത്രത്തിൻ്റെ വിജയം. അങ്ങനെ എല്ലാ നടന്മാരും ഈ ചിത്രം കണ്ടിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ വാർത്തയാണ്. അതുപോലെ അർജുൻ അശോകൻ ചെറിയൊരു വേഷം ഇതിനകത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആ വേഷത്തെപ്പറ്റി അർജുൻ അശോകൻ ഒരു ഇൻ്റർവ്യൂ പറയുന്നത്, ഒരു കൊതി, ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ ഒരു കൊതി തോന്നി, പിന്നെ ഒന്നും നോക്കിയില്ല, ഡയലോഗ് ഉണ്ടോ ഒന്നും നോക്കിയില്ല, അതിന് ഉറപ്പ് പറഞ്ഞു എന്നാണ് അർജുൻ അശോകൻ പറയുന്നത്. അപ്പം ലാലേട്ടനോട് അഭിനയിക്കാനുള്ള താല്പര്യം കൊണ്ടാണ് അർജുൻ അശോകൻ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ചിത്രം കണ്ടതിന് ശേഷം പല പ്രതികരണങ്ങളും നടത്തുന്നുണ്ട്. അതിലൊന്നാണ് രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. ഈ സിനിമ കണ്ടപ്പം മനസ്സ് നിറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അദ്ദേഹം ഫേസ്ബുക്ക് പേജിൽ പ്രതികരിച്ച വാക്കുകളാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ചിത്രം കാണുന്നുണ്ട്. കുടുംബവുമായിട്ട് എല്ലാവരും കൂടെ പോയി മനസ്സ് നിറഞ്ഞ് ഈ ചിത്രം കാണുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഒരു വെക്കേഷനായിട്ട് 2025 വിഷുക്കാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, തിയേറ്ററുകാരെല്ലാം തുടരും സിനിമ ചാർട്ട് ചെയ്തേക്കുന്ന ഒരു തിയേറ്ററുകാരും 30 വരെ വേറെ ഒരു ചിത്രവും എടുത്തിട്ടില്ല എന്ന് ഫിയോക്കിൻ്റെ പ്രസിഡന്റ് വിജയകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ അവധിക്കാലം തുടരും എന്ന ചിത്രവുമായിട്ട് നമുക്ക് തുടരാം. അപ്പം മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും ഞാൻ തുടരും. ഓക്കെ, ബൈ.